الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുവാനുള്ള ആരോഗ്യവും ഈമാനും ഇഖ്ലാസും തൗഫീഖും നൽകി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളുടെ മനസ്സുകളിൽ ആഹ്ലാദത്തിന്റെ അലയൊലികൾ തീർത്തുകൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസം നമുക്കുമേൽ തണൽ വിരിച്ചിരിക്കുകയാണ്. നമ്മളിലേക്ക് കടന്നു വരുന്ന അതിഥി, ആ അതിഥിക്കു വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നത് അനിവാര്യമാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ വിഷമത്തോടുകൂടി പറഞ്ഞ ഒരു ചരിത്ര മുഹൂർത്തം, മരണശേഷക്രിയയിൽ പങ്കെടുക്കുന്നവർക്ക് നിസ്കരിച്ചാൽ ഒരു ഖിറാത്ത് കൂലിയുണ്ട് എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ജനാസയെ അനുഗമിക്കുന്നതിന് ഒരു ഖിറാത്ത് കൂലിയുണ്ട്. അതിന്റെ ഖബറടക്കം നിർവഹിക്കുന്നിടത്ത് പങ്കെടുക്കുന്നതിന് ഖിറാത്ത് കണക്കിന് കൂലിയുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. എത്രയെത്ര പ്രതിഫലങ്ങളാണ് അറിവില്ലായ്മ കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നതാണ് അദ്ദേഹത്തിന്റെ വിഷമം. നമ്മളിലേക്ക് കടന്നു വരുന്ന അതിഥിയുടെ മഹത്വം അറിഞ്ഞാൽ അതുവഴി ധാരാളക്കണക്കിന് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അറിയുക എന്നതാണ് പ്രാധാന്യമർഹിക്കുന്ന കാര്യം. നമ്മളൊക്കെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാറുണ്ട് ഒരു യാത്രക്കൊരുങ്ങുന്നതിന് മുമ്പ്. അതെന്തിനാണ്? യാത്രയിലുടനീളം തനിക്കാവശ്യമായ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവാനാണ് ആ മുന്നൊരുക്കം. ദീർഘമായി യാത്ര പോകുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിയും കാറും നമ്മൾ ഒന്ന് സർവീസ് ചെയ്യും. അതെന്തിനാണ്? യാത്ര വഴിമധ്യേ പ്രയാസപ്പെടാതിരിക്കാനും അത് പൂർണ്ണമായി ലക്ഷ്യത്തിലെത്താനും വേണ്ടിയാണ്. ഒരു കച്ചവടക്കാരൻ സീസൺ അനുസരിച്ച് ചില മാറ്റങ്ങളും ക്രമീകരണങ്ങളും നടത്തും. അതെന്തിനാണ്?
അത് ആ സമയത്തിനനുസരിച്ച് താനൊന്ന് ഉയർന്നു പ്രവർത്തിച്ചാൽ തനിക്ക് ധാരാളക്കണക്കിന് നേട്ടങ്ങൾ അതുവഴി ഉണ്ടാക്കാൻ കഴിയും എന്ന അയാളുടെ തിരിച്ചറിവാണ്. പരീക്ഷയുടെ നാളുകൾക്ക് മുമ്പേ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങും. അതെന്തിനാണ്? പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്യാനാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വാഭാവികമായ ഇടപെടലുകളാണ്. ഇതേപോലെ നമുക്ക് വേണ്ടി കടന്നുവരുന്ന ഓഫറുകളുടെ പെരുമഴക്കാലം, ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാൻ സാധിക്കുന്ന ഒരു അതിഥി കടന്നെത്തുമ്പോൾ അതിനു മുമ്പായി ഒരുങ്ങുക എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത്, നമ്മളിലേക്ക് വന്നെത്തുന്ന അതിഥിയെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിച്ച് അതിന്റെ മുഴുവൻ ഫളായിലുകളെയും നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ എങ്ങനെയാണ് നോമ്പിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ കൽപ്പന ഇറക്കി. നബിയും കൂട്ടരും മദീനയിലെത്തി ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ വിടാൻ തുടങ്ങി. ഹിജ്റ 2-ാം വർഷമാണ് നോമ്പിനുള്ള കൽപ്പന വരുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളെ നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമ്പിന്റെ കൽപ്പന ഇറങ്ങുന്നത്. എന്തിനു വേണ്ടിയാണ് നോമ്പ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, റമളാൻ വന്നെത്തിയാൽ ആ വന്നെത്തുന്ന മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാ കർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതെന്തിനാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇതാ റമളാൻ മാസത്തിലാണ് നിങ്ങൾക്ക് മനുഷ്യകുലത്തിന് വഴികാട്ടിയായ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവതരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആ റമളാൻ മാസത്തിൽ നിങ്ങൾക്ക് നേർമാർഗമായി സത്യാസത്യ വിവേചന ഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടതുകൊണ്ട് ഫമൻ ശഹിദ മിൻകുമുശ് ശഹർ, റമളാൻ എന്ന് പറയുന്ന മാസത്തിൽ ആരെങ്കിലും ആയുസ്സോടെ ഉണ്ടെങ്കിൽ ഫൽയസുംഹു, അയാൾ വ്രതം അനുഷ്ഠിക്കണം എന്നതാണ് അതിന്റെ കാരണം. മനുഷ്യകുലത്തിന് അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവർക്ക് വഴികാട്ടിയായ വേദഗ്രന്ഥം നൽകി എന്നത്. സത്യമേത്, അസത്യമേത്, ധർമ്മമേത്, അധർമ്മമേത്, നീതിയേത്, അനീതിയേത്, നേരേത്, നെറുകേടേത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്ക് വഴി കാണിച്ച, അവന് ഹിദായത്തിന്റെ വെളിച്ചം നൽകിയ, വിശ്വാസരംഗത്തും അവന്റെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും അവന്റെ നിത്യജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും അവൻ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച, മനുഷ്യരുടെ മോക്ഷത്തിനായി അവതീർണമായ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അവതരിച്ചതും നേടിക്കിട്ടിയതും നിങ്ങൾക്ക് റമളാൻ മാസത്തിലാണ് എന്നതുകൊണ്ട് അതിന്റെ നന്ദി സൂചകമായി കൊണ്ടാണ് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ നോമ്പ് എന്ന അനുഗ്രഹീതമായ ആരാധനാ കർമ്മം കൊണ്ട് താദാത്മ്യപ്പെട്ട് റമളാനിനെ വരവേൽക്കുക എന്നതിന്റെ കാരണം മനുഷ്യർക്ക് സത്യാസത്യ വിവേചന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ഇറക്കി നൽകി എന്നതാണ്. അതുകൊണ്ട് തന്നെ റമളാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നാം വരവേൽക്കേണ്ടത്? റമളാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ടാണ്. റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്. പക്ഷേ പലരും ഒരു സമുദായത്തെ വെല്ലുവിളിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനയെ വെല്ലുവിളിച്ച് നോമ്പെടുക്കാത്ത വിധത്തിൽ അവിശ്വാസികളോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ചില സാഹചര്യങ്ങൾ സമൂഹത്തിലുണ്ട്. പരസ്യമായി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് റമളാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കാതെ നടക്കുന്നവർ, കുടുംബത്തോടൊപ്പം നോമ്പിലേക്ക് പ്രവേശിച്ചാലും അത് മുറിച്ചു കളഞ്ഞ് പിന്നീട് അതിനോട് യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ പെരുമാറുന്ന ആളുകളെ നമുക്ക് കാണാം. ഇമാം ദഹബി റഹ്മഹുല്ല ഇത്തരത്തിലുള്ള ആളുകളെ പ്രാമാണികമായി വായിച്ചത് ഇങ്ങനെയാണ്: വഇൻദൽ മുഅ്മിനീന മുഖറം, സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അന്നമൻ തറക സൗമ റമളാൻ, റമളാനിലെ നോമ്പ് നോൽക്കാതെ അത് ഉപേക്ഷിക്കുന്ന ആളുകൾ ബിലാ മറളിൻ
രോഗം എന്ന ഒരു കാരണമൊന്നുമില്ലാതെ ബോധപൂർവം നോമ്പുപേക്ഷിക്കുന്നവർ അന്നഹു ശർറും മിനസ്സാനി, മുസ്ലിമീങ്ങളുടെ കണ്ണിൽ അവൻ വ്യഭിചാരിയേക്കാൾ ദുഷിച്ചവനാണ്. വമുദ്മിനുൽ ഖംർ, കള്ളുകുടിയന്മാരെക്കാൾ മോശപ്പെട്ടവനാണ്. ബൽ യത്തഹിമു ഫീ ഇസ്ലാമിഹി ബൽ സിന്ദീഖുൻ, അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ പോലും സംശയിക്കേണ്ടതാണ്. എന്തുമാത്രമല്ല, അവൻ നിരീശ്വരവാദിയാണ്. റമളാൻ മാസത്തിൽ നോമ്പെടുക്കാത്തവരെ മുസ്ലിം സമൂഹം പരിഗണിക്കുന്നത് ഈ ഒരു മാനസികാവസ്ഥയിലാണ് എന്നാണ് പർവ്വത സമാനനായ പണ്ഡിതൻ നിരവധി ഇസ്ലാമിക വിശ്വാസ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ഇസ്ലാമിക ലോകത്തിന് സംഭാവന ചെയ്ത ആ പണ്ഡിതൻ പ്രാമാണികമായി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു തിന്മയാണ്. നാം പഠിച്ചിട്ടുള്ളതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. പ്രവാചകന്റെ സ്വപ്നം വഹയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ട കിനാവെന്താണ്? 2 മലക്കുകൾ പ്രവാചകത്തിന് മേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങി പിടിച്ചു കൊണ്ടുപോവുകയാണ്. ചെങ്കുത്തായി നിൽക്കുന്ന കുത്തനെ നിൽക്കുന്ന പർവ്വതം കയറാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയില്ല, ഈ പർവ്വതം കയറാൻ എനിക്ക് സാധിക്കില്ല. ആ 2 മലക്കുകൾ അദ്ദേഹത്തിന്റെ 2 കൈകൾ പിടിച്ചുകൊണ്ട് കുത്തനെ നിൽക്കുന്ന പർവ്വതം കയറി അതിന്റെ മുകിരത്തിൽ ഉയർന്ന ഭാഗത്തെത്തിയപ്പോൾ താഴെ ഭാഗത്തായി കുറെ മനുഷ്യരുടെ വാവിട്ട കരച്ചിലും ദീനരോദനങ്ങളും കേൾക്കുകയാണ്. അവിടെ ഒരു വൃക്ഷം നരകത്തിൽ മുളച്ചു പൊങ്ങിയ ഒരു വൃക്ഷം കാണപ്പെടുന്നു. ആ വൃക്ഷത്തിൽ തലക്കീഴായി തൂക്കിയിട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. വിവസ്ത്രരായി തൂങ്ങിക്കിടക്കുന്ന ആ മനുഷ്യർ അവരുടെ കവിളുകൾ വലിച്ചു കീറുന്നുണ്ട്. തസീലുമിൻ അഷ്ദാഖിഹിം ദമ, അവരുടെ വായയിലൂടെയും മൂക്കിലൂടെയും കണ്ണിലൂടെയും ചോര വാർന്നൊലിക്കുന്നുണ്ട്. അവർ മാരകമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഈ ശിക്ഷ അനുഭവിക്കുന്ന അവരെ ചൂണ്ടി തന്നോടൊപ്പമുള്ള മലക്കുകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണവർ? എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ പറഞ്ഞത്, യുഫ്തിറൂന ഖബ്ല തഹില്ലത സൗമിഹിം, നോമ്പ് നോറ്റ് അകത്ത് കയറിയിട്ട് അതിന്റെ പാതി വഴിയിൽ വെച്ച് മുറിച്ചു കളഞ്ഞവരാണ് ആ നിലക്ക് ശിക്ഷിക്കപ്പെടുന്നത് എന്നതാണ്. ഇത് തീരെ നോമ്പ് നോൽക്കാത്തവരുടെ വിഷയമല്ല. കുടുംബത്തോടൊപ്പം അത്താഴത്തിന് എഴുന്നേറ്റ് നോമ്പിലേക്ക് പ്രവേശിച്ച് പിന്നീട് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പലപ്പോഴും ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ, റമളാനിന്റെ പകലിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന തിന്മകൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷയായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റമളാനിലെ ശ്രേഷ്ഠമായ ആരാധന എന്ന് പറയുന്നത് നോമ്പാണ്. വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ആ പുണ്യകർമ്മം ചെയ്യാൻ നമ്മൾ മുന്നൊരുങ്ങേണ്ടതുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമായതുകൊണ്ട് റമളാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനു വേണ്ടിയും അത് പാരായണം ചെയ്യുന്നതിനു വേണ്ടിയും അത് കേൾക്കുന്നതിനു വേണ്ടിയും അതിന്റെ നിയമങ്ങൾ പഠിക്കുന്നതിനു വേണ്ടിയും റമളാൻ മാസത്തെ സജീവമായി ഉപയോഗപ്പെടുത്തണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും പതിവ് ചര്യയായിരുന്നു. നബി തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായ റമളാൻ മാസത്തിൽ 2 പ്രാവശ്യം പൂർണ്ണമായി പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയിട്ടുള്ളത്. ആ നിലക്ക് നബിയുടെ ഹിഫ്ളുകൾ പരിശോധിക്കാൻ, ഖുർആൻ പാരായണം പരിശോധിക്കാൻ ഇറങ്ങി വരികയും 2 തവണ പൂർണ്ണമായി റസൂലുള്ളാഹിയിൽ നിന്ന് ഓതി കേൾക്കുകയും അതിലെ നിയമങ്ങൾ മനസ്സിലാക്കുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ജിബ്രീൽ തങ്ങള് തന്റെ ദൗത്യം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റമളാൻ മാസം പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ, അത് വായിക്കാൻ, അത് പഠിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ, അതിനു വേണ്ട എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടാൻ ഒരു വിശ്വാസി മുന്നൊരുങ്ങേണ്ടതുണ്ട് എന്നതും റമളാനിന്റെ ഒരു മഹത്വമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. മറ്റൊന്ന്, റമളാനിലെ ശ്രേഷ്ഠമായ ആരാധനയാണ് ഖിയാമുൽ ലൈൽ, തറാവീഹ് എന്ന് പറയുന്ന ആരാധന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തിൽ ഒരു ഇമാമിന്റെ കൂടെ തറാവീഹ് നമസ്കരിക്കുന്നവരുടെ മഹത്വം പറഞ്ഞത്, രാത്രിയുടെ പകുതി ഭാഗം
പൂർണ്ണമായും നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ് അയാൾ നേടിയെടുത്തിട്ടുള്ളത് എന്നാണ്. മൻ സ്വലാത്തൽ ഇശാഇ മഅൽ ജമാഅ, ജമാഅത്തോടുകൂടി ഇശാ നമസ്കരിച്ചവന് കിട്ടുന്ന കൂലി, റമളാൻ മാസത്തിൽ കിട്ടുന്ന കൂലി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. അതോടൊപ്പം തറാവീഹ് നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുത്തവർ നേടുന്ന കൂലി രാത്രിയുടെ പകുതി സമയവും നിന്ന് നമസ്കരിച്ചവന്റെ കൂലിയാണ് അവൻ നേടിയെടുക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസത്തിൽ തറാവീഹ് നമസ്കരിക്കുന്ന വ്യക്തികൾ അവർ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, അത് നേടിയെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കഴുകിക്കളയാനുള്ള ശ്രേഷ്ഠമായ ഒരു ആരാധനയായിട്ടാണ് റമളാൻ മാസത്തിൽ വിശേഷപ്പെട്ട ഒരു ആരാധനയായി തറാവീഹിനെ പരിഗണിക്കുകയും അത് നമസ്കരിക്കണമെന്ന കൽപ്പന വരികയും ചെയ്തിട്ടുള്ളത്. ഇത് റമളാൻ മാസത്തിന്റെ ഒരു ഫളലാണ്. അതേപോലെ തന്നെ റമളാൻ മാസം എന്ന് പറയുന്നത് ശഹ്റു തൗബയാണ്, പശ്ചാത്താപത്തിന്റെയും പാപമോചനത്തിന്റെയും മാസമാണ്. ഗതകാല ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളെയും കഴുകിക്കളയാൻ റമളാനിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ വാർത്തയാണ്. ഇതൊരു ഓഫറിന്റെ പെരുമഴക്കാലമാണ്, ഓഫറിന്റെ സുഹൃതങ്ങളുടെ വസന്തകാലമാണ്. കാരണം തന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് പരിതപിക്കാത്തവരില്ല, ചെയ്തു പോയ തെറ്റ് തിരുത്തണമെന്ന് ആഗ്രഹിക്കാത്തവരില്ല, വന്നുപോയ തെറ്റുകളെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിനോട് മാപ്പ് പറയണമെന്ന് ആഗ്രഹിക്കാത്തവരില്ല. നാളെ പരലോകം കാത്തിരിക്കുന്ന വിശ്വാസികൾക്ക് അവരവരുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കാനുള്ള ഒരു മുഹൂർത്തമായിട്ടാണ് റമളാൻ മാസം നൽകുന്നത് എന്നതും ഇതിന്റെ ഒരു ശ്രേഷ്ഠതയായി നാം തിരിച്ചറിയണം. 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പുണ്യരാവ് ഉൾക്കൊള്ളുക എന്നതാണ് റമളാനിന്റെ മറ്റൊരു ശ്രേഷ്ഠത. റമളാനിന്റെ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ 1000 മാസം 84 വർഷം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്തത് ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്നത് റമളാൻ എന്ന നമ്മെ തഴുകി തലോടി കടന്നു വരുന്ന മാസത്തിന്റെ സവിശേഷാൽ ഓഫറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രാത്രിയെ നേടിയെടുക്കാൻ നമ്മൾ ഒരുങ്ങുക എന്നതാണ് റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠതയായി നാം തിരിച്ചറിയേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇതിനെക്കുറിച്ച് പരിശുദ്ധ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത് ഷഹ്രി സ്വബ്രി വൽ ഇഹ്സാൻ, ക്ഷമയുടെയും സുഹൃതങ്ങളുടെയും മാസം. ഷഹ്റുർ റഹ്മത്ത് വൽ ഗുഫ്റാൻ, കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും മാസം. ഷഹ്റു ദുആഇ വൽ ഖുർആൻ, പ്രാർത്ഥനയുടെയും പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെയും മാസം. ഷഹ്റു തൗബത്തി വൽ ഇത്ഖ് മിനൻ നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പശ്ചാത്താപത്തിന്റെ മാസം. ഇങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഒരു അതിഥിയാണ് അൽഹംദുലില്ലാഹ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. സ്വർഗീയ കവാടങ്ങൾ തുറന്നു വെച്ച് ആ ഹദീസ് എത്ര മനോഹരമാണ്, എത്ര ആവേശമാണ്. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആഹ്ലാദത്തിന്റെ അലയലുകൾ തീർക്കുമാറുള്ള പ്രയോഗങ്ങളാണ്. ഇതാ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ 2 പ്രയോഗം കാണാം. ഒന്ന്, ഫുതിഹത്ത് അബ്വാബുർ റഹ്മ, കാരുണ്യത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു എന്നാണ്. എന്താ സ്വർഗത്തിന്റെ കവാടങ്ങളുടെ പ്രത്യേകത? 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകൾക്കും 8 സവിശേഷതയുണ്ട്. 8 അമലുകാർക്ക് വേണ്ടിയുള്ളതാണ് ആ 8 വാതിലുകൾ. ഒന്ന് നമസ്കാരക്കാർക്ക് വേണ്ടിയാണെങ്കിൽ, മറ്റൊന്ന് നോമ്പുകാർക്ക് വേണ്ടിയാണെങ്കിൽ, മറ്റൊന്ന് തൗബക്കാർക്ക് വേണ്ടിയാണെങ്കിൽ, വേറെ ഒന്ന് അള്ളാഹുവിനോടുള്ള ഹംദിനെ കൊണ്ട് ജീവിതം ധന്യമാക്കിയവർക്കുള്ള വാതിലുകളാണെങ്കിൽ, ഇങ്ങനെ 8 കവാടങ്ങൾക്കും 8 സവിശേഷതയുണ്ട്. ഈ 8 അഅ്മാലുകളെയും ഒരുമിച്ച് ചെയ്താൽ 8 വാതിലുകളുടെയും സ്വർഗപ്രവേശനത്തിന് അർഹത നേടുക എന്നതാണ് ആ കവാടങ്ങളുടെ പ്രത്യേകത. അത് വിശ്വാസികൾക്ക് ആഹ്ലാദമുണ്ടാക്കുന്നതാണ്. ഏത് വാതിലിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന അർഹത നേടിത്തരുന്ന മാസമാണ് നമുക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ദിവസങ്ങൾക്കപ്പുറത്ത് കടന്നു വരുന്നത്. മറ്റൊരു പ്രത്യേകത ഉൽഖത്ത് അബ്വാബുൻ നാർ എന്നതാണ്.
നരകത്തിന് 7 വാതിലുകളുണ്ട്. ആ 7 വാതിലുകളും 7 കൂട്ടം തിന്മകൾ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. ആ തിന്മകളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമാർ നരകത്തിന്റെ വാതിലുകൾ അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്നു എന്നത് സൗഭാഗ്യത്തിന്റെ സന്തോഷ വാർത്തയാണ്. പാപികളായി ദോഷികളായി അള്ളാഹുവിനോട് തെറ്റുകൾ ചെയ്ത് പടച്ച റബ്ബിന്റെ കോപങ്ങളും ശാപങ്ങളും ഇരങ്ങുവാനാണ് വിധിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമാണ് നിത്യജീവിതത്തിൽ നമുക്കുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന നിലക്ക് നരകത്തിന്റെ വാതിലുകൾ അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്നു. സകല തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന മാസം എന്നതാണ് റമളാനിന്റെ മറ്റൊരു പ്രത്യേകത. പലപ്പോഴും ചില തിന്മകൾ കൊണ്ട് വേട്ടയാടപ്പെടുന്ന ജീവിതമാണ് നമുക്ക്. പലർക്കും പല തിന്മകൾ വീക്ക്നെസ് ആണ്. ഫോൺ സൈറ്റുകൾക്ക്, അതിലെ വൃത്തികേടുകൾക്ക്, ആണും പെണ്ണും വസ്ത്രവിവസ്ത്രരായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രംഗങ്ങളെ കണ്ട് കാർന്ന് തിന്നുമാറ് മനസ്സ് മരവിച്ചുപോയ, അതുകൊണ്ട് വേട്ടയാടിയ ഒരു ജീവിതം അനുഭവിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും. ഇത്തരത്തിലുള്ള അശ്ലീല കാഴ്ചകളിൽ നിന്ന് കണ്ണുകളെ പിൻവലിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്വന്തം മക്കൾക്ക് മുന്നിൽ പോലും അപമാനം പേറേണ്ടി വരുന്ന എന്റെ വാപ്പ ഇതാ ഇത്തരം വൃത്തികേടുകൾ കാണുന്നവരാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടിയെയാണ് ബാത്റൂമിൽ വെച്ച് മറ്റൊരുത്തന്റെ ലൈംഗിക അവയവം വായലിട്ടതിന്റെ പേരിൽ പിടികൂടപ്പെടുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയാണ്. അവനെ വിളിച്ചുകൊണ്ടുവന്ന് ഓഫീസിലിരുത്തി ചോദിച്ചപ്പോൾ എന്റെ അമ്മായിയുടെ ഫോണിൽ നിന്ന് ഞാൻ കണ്ട വൃത്തികേടുകളാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് ആ പിഞ്ചു പൈതല് പറയുന്നിടത്തേക്ക് മാതാപിതാക്കളുടെ സ്വകാര്യ ജീവിതത്തിന്റെ മറകൾ കുട്ടികൾക്ക് മുമ്പിൽ ഇങ്ങനെ പരസ്യമാകുന്ന ഗതികേടിലേക്ക് ഒരു വ്യക്തി എത്തിപ്പെടുക എന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഡിക്ഷനാണ്. ഈ അഡിക്ഷൻ കൊണ്ട് വീർപ്പുമുട്ടുന്ന ആളുകളുണ്ടാവും. രക്ഷപ്പെടണമെന്ന് മനസ്സ് കൊതിക്കുന്നവരുണ്ടാകും. അതേപോലെ തന്നെ വ്യഭിചാരം എന്ന പാപം ഒരു പെണ്ണിൽ നിന്ന് മറ്റൊരു പെണ്ണിലേക്ക്, ഒരു ലോഡ്ജിൽ നിന്ന് മറ്റൊരു ലോഡ്ജിലേക്ക്, ഒരു റെസ്റ്റോറന്റിൽ നിന്ന് മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് ഇങ്ങനെ സുഖം തേടി അലയുന്ന നൂറുകണക്കിന് കാമിമാരെ കൊണ്ടു നടക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകളുടെ മനസ്സ് കൊതിക്കുന്നുണ്ടാവും ഈ വൃത്തികെട്ട ലോകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ. എനിക്കൊന്ന് നന്നാവാൻ സാധിച്ചിരുന്നെങ്കിൽ. മക്കൾ കരയുന്നു, മാതാപിതാക്കൾ കരയുന്നു, ഭാര്യ പ്രയാസപ്പെടുന്നു. ഈ ലഹരി എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. എന്റെ നിത്യവൃത്തിക്ക് പോലും, എന്റെ ജോലിയിൽ പോലും ആത്മാർത്ഥത പുലർത്താൻ കഴിയാതെ വേവലാതിപ്പെടുന്ന ആളുകളെ സമൂഹത്തിൽ കാണാം. ലഹരിയുടെ ലോകത്ത് നിന്ന് ഒന്ന് തിരിച്ചു നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ യൗവനം, ആ ത്രസിപ്പ്, ചോരത്തിളപ്പ് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, എന്റെ വ്യക്തിത്വം തിരിച്ചു നേടിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ കൊതിക്കാത്തവരില്ല. സിനിമകൾ കണ്ട് രാവും പകലും മൊബൈലിൽ തോണ്ടിയിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. നിഷ്ക്രിയത്വം നിറഞ്ഞ, ഉദാസീനത നിറഞ്ഞ, അതേപോലെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു ജോലിക്ക് ഏറ്റെടുത്താൽ പോലും ഫോൺ അഡിക്ഷൻ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ കാണാം. എപ്പോഴും സിനിമ കാണാം. ഇങ്ങനത്തെ ലഹരിയുടെ ലോകത്ത് നിന്ന്, അശ്ലീലതയുടെ ലോകത്ത് നിന്ന്, തിന്മകളുടെ ലോകത്ത് നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. റമളാൻ മാസം എന്ന് പറയുന്നത് ലൈംഗികമായ ദാഹത്തെ അടക്കി വെക്കുന്ന മാസമാണ്. പിശാചുക്കളെ ചങ്ങലക്കിട്ട് പൂട്ടുന്ന മാസമാണ്. തിന്മകൾ കൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന ദുരവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യന് രക്ഷപ്പെട്ട് കിട്ടുന്ന മാസമാണ്. അതുകൊണ്ട് ഇതൊന്ന് വളരെ ശ്രമകരമായി നേടിയെടുക്കാനും റമളാൻ മാസത്തിലെ വ്രത നാളുകളെ ഫലപ്രദമായി വിനിയോഗിക്കാനും ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ധാരാളക്കണക്കിന് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ വാതിലുകൾ അടച്ചുപൂട്ടി മനുഷ്യനെ രാവും പകലും ഉറക്കത്തിൽ പോലും സ്വൈര്യം തരാതെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആജന്മ ശത്രുവായ ജിന്നു പിശാചുക്കളെ ചങ്ങലക്കിട്ട് പൂട്ടുന്ന മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. തിന്മകൾക്ക് സ്വാധീനമില്ലാതെ നന്മകളിലേക്ക് മാടി വിളിക്കുന്ന സാമൂഹിക പശ്ചാത്തലവും ഗാർഹിക പശ്ചാത്തലവും ഒരുങ്ങി വരുന്ന ഈ സുഹൃത നാളുകൾ നമുക്കുള്ള വലിയ ഒരു സന്തോഷ വാർത്തയാണ്. അതുകൊണ്ട് സുഫിദത്ത് ശയാത്തീൻ, സുഫിദത്ത് മറദത്തുൽ ജിന്ന്, ജിന്നു വർഗത്തിൽപ്പെട്ട ധിക്കാരികളായ പാപികളായ പിശാചുക്കളെ അടച്ചു പൂട്ടിത്തരാം എന്ന് അള്ളാഹു നമ്മളോട് വാക്കു പറഞ്ഞ, നന്നാവണമെന്ന് സ്വയം തീരുമാനിച്ചാൽ പിശാചിന്റെ ശല്യമില്ലാത്ത വിധം നന്നാവാൻ സാധിക്കുന്ന
ഒരു സുവർണാവസരത്തിന്റെ നാളുകൾ നമ്മളിലേക്ക് കടന്നു വരാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുങ്ങിയേ പറ്റൂ. ഒരുങ്ങണം. നമുക്ക് റമളാനിന് വേണ്ടി ഒരുങ്ങണം. ഒരു നിമിഷം പോലും പ്രതിഫലം പാഴാവാത്ത വിധത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുമാർ ഇൻഷാ അല്ലാഹ് പെരുമാറണം. അതിനു വേണ്ടിയിട്ട് ശക്തമായ ഒരു തീരുമാനം, മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെ, വാഹനം ഒടുക്കുന്നത് പോലെ, കച്ചവടത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നത് പോലെ, നമ്മുടെ നിത്യജീവിതത്തിന്റെ പരീക്ഷയിൽ നമ്മൾ മനസ്സ് കൊടുക്കുന്നത് പോലെ, ഇതാ പുണ്യങ്ങളുടെ സുദിനങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനൊന്ന് ഒരുങ്ങട്ടെ, നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, പുണ്യകർമ്മങ്ങളെ കൊണ്ട് മനസ്സ് നന്നാക്കി ശുദ്ധീകരിച്ചുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ഞാൻ ഒന്ന് ഒരുങ്ങട്ടെ എന്ന് തീരുമാനിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു നൽകുന്ന ഈ പുണ്യനാളുകളിലേക്ക് പ്രവേശിക്കാൻ മനസ്സുകൊണ്ട് നിയ്യത്ത് വെക്കണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കടന്നുവരുന്ന അതിഥിയുടെ മഹത്വം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഇതേപോലെ നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാവേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് അള്ളാഹു വിളിച്ചത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ നോമ്പ് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. കാഫിറുകളുടെയും അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും ബഹുദൈവ വിശ്വാസികളുടെയും നോമ്പ് അള്ളാഹു സ്വീകരിക്കില്ല. യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. മുഅ്മിനീങ്ങൾക്കാണത് ബാധക. അതുകൊണ്ടാണ് ഇസ്ലാം നോമ്പനുഷ്ഠിക്കുന്നത്, സ്വീകരിക്കപ്പെടുന്നത് ആരുടേതാണെന്ന് പഠിപ്പിച്ചപ്പോ ഒന്നയാൾ മുസ്ലിമായിരിക്കണം. മുസ്ലിമീങ്ങളുടെ നോമ്പേ അള്ളാഹു എടുക്കുള്ളൂ, സ്വീകരിക്കുള്ളൂ. അത് അയാളുടെ ഈമാനിന്റെ തലമാണ്. അതുകൊണ്ട് വിശ്വാസരംഗത്ത് വെളിച്ചം വേണം, തൗഹീദ് വേണം. പടച്ച റബ്ബിനോട് സമപ്പെടുത്തുന്ന ജാറ പൂജ കൊണ്ട് തന്റെ ജാറങ്ങളിലും ദർഗകളിലും ചെന്ന് സങ്കടങ്ങൾ പറഞ്ഞ് അവരൊക്കെ പരലോകത്ത് പലതും നേടിത്തരും, ഞാൻ ഈ പറയുന്നതൊക്കെ അവര് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ പടച്ച റബ്ബിന്റെ കഴിവിലാണ് അവരൊക്കെ നമ്മൾ പങ്കുചേർക്കുന്നത്. ഇത്തരം ഒരു വിശ്വാസക്കാരൻ, അവന്റെ ആരാധന പടച്ച റബ്ബിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല. അത് അള്ളാഹു വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അത് അമ്പിയാക്കളെയും ഖബറിൽ കിടക്കുന്നവരെയും തരം താഴ്ത്തിയതല്ല, അത് വസ്തുതയാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ കല്ലുകൾ എന്നല്ല, പടച്ചോന്റെ അടിമകളാണ്. മലക്കുകളും ജിന്നുകളും മനുഷ്യരും അമ്പിയാക്കളും ഔലിയാക്കളും അടിമകളാണ്. അടിമകളോട് ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയും അവരോട് സഹായം തേടുന്ന ഒരു മനസ്സും ശിർക്കാണ്. അത്തരം ഒരു വിശ്വാസം കൊണ്ട് നോമ്പ് കാലത്തേക്ക് പ്രവേശിച്ചാൽ അവന്റെ നോമ്പ് അള്ളാഹുവിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല. ആ നോറ്റ നോമ്പും അന്ന് കിടന്ന പട്ടിണിയും രാവേറെ നിന്ന് നമസ്കരിച്ച നമസ്കാരങ്ങളും ആരാധനാ കർമ്മങ്ങളും ചവറ്റുകൊട്ടയിലാണ്. പേടിക്കണം നമ്മള്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസരംഗത്ത് സത്യസന്ധതയില്ലാതെ നമ്മൾ ആരാധനകളിലേക്ക് പ്രവേശിക്കരുത്, കിട്ടൂല. അള്ളാഹു പരിശുദ്ധ വേദ ഗ്രന്ഥം കൊണ്ട് കൃത്യമായി പഠിപ്പിച്ചു തന്നതാണ്. ഉറുക്കും ഏലസും മൈക്കല്ലും മന്ത്രചരടുകളും കയ്യിൽ കെട്ടുന്നവന്റെ നോമ്പ് പടച്ച റബ്ബിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല. അള്ളാഹുവിനപ്പുറത്ത് ചില വ്യക്തികൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ചു കൊടുത്ത് ദിവ്യത്വവും ദൈവികതയും മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരുത്തന്റെ ഹൃദയത്തിൽ ചെറുക്കുണ്ട്. അവന്റെ നോമ്പ് പടച്ച റബ്ബിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല, സ്വീകരിക്കപ്പെടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകളുടെ കാര്യത്തിൽ 10-18 അമ്പിയാക്കളുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ എണ്ണി 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 ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് ഈ നബിമാരോടൊക്കെ അള്ളാഹു പറയാണ്, ലഇൻ അശ്റകൂ, നിങ്ങളെല്ലാവരും എനിക്ക് ശിർക്ക് വെക്കുന്ന ഒന്നുമായിട്ടാണ് നിങ്ങളുടെ അമലുകൾ വെക്കുന്നതെങ്കിൽ ലഹബിതു അഅമാലും, നിങ്ങളുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകുന്ന ഒരാളുടെയും നോമ്പ് ഞാൻ, ഒരൊറ്റൊരുത്തരുടെയും അമല് ഞാൻ സ്വീകരിക്കൂല. ഇത് ശിർക്കിന്റെ ഗൗരവമാണ്. ആ ഗൗരവം മനസ്സിലാക്കിയിട്ട് പടച്ച റബ്ബിനെ പ്രാർത്ഥിച്ച്, പടച്ച റബ്ബിനെ പേടിച്ച്, പടച്ച റബ്ബിനെ ആരാധിച്ച്, പടച്ച റബ്ബിനെ അവകാശപ്പെട്ടത് പടച്ച റബ്ബിനെ വകവെച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ നോമ്പ് കൊണ്ട് പ്രതീക്ഷിക്കാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ആ വിഷയത്തെ അഡ്രസ് ചെയ്യണം നമ്മൾ. രണ്ടാമത്തേത്, ബിദ്അത്തില്ലാത്ത നോമ്പായിരിക്കണം നമ്മുടെ നോമ്പ്.
ബിദ്അത്ത് പടച്ച റബ്ബിന് അങ്ങേയറ്റം വെറുപ്പുള്ളതാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞ മതത്തിലൊരു കാര്യം പുണ്യമാണെന്ന് നമ്മുടെ നേതാക്കന്മാരുടെ വക കടത്തിക്കൂട്ടലാണ്, മതനിർമ്മാണമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ തിന്മയായിട്ടാണ് സൂറത്തു അഅറാഫിൽ അള്ളാഹു അത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു ദിക്റാവട്ടെ, ഒരു നമസ്കാരമാവട്ടെ, ഒരു വാക്ക് ഉച്ചരിക്കലാവട്ടെ, അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചു തന്നതാണ് പരലോകത്ത് സ്വീകരിക്കപ്പെടുക. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നത് പ്രകാരം ചെയ്യണം. നോമ്പ് നോൽക്കുമ്പോ തന്നെ നോക്കുകൊണ്ട് നിങ്ങൾ നവൈതു സൗമ ഗദിൻ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങന്നെ. ഇതാരാ പഠിപ്പിച്ചത്? ബിദ്അത്ത് കൊണ്ട് നോമ്പ് തുടങ്ങരുത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നുള്ള സാധനമാണ്. അത് മനസ്സുകൊണ്ട് കരുതണം. കണ്ണ് കാണാനാണെങ്കിൽ, കാത് കേൾക്കാനാണെങ്കിൽ, കൈകൾ പ്രവർത്തിക്കാനാണെങ്കിൽ, കാല് നടക്കാനാണെങ്കിൽ, മഹല്ലുൻ നിയ്യത്തി അൽ ഖൽബ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിയ്യത്ത് കൊണ്ടേ അമൽ സ്വീകരിക്കുള്ളൂ. ആ അമൽ തുടങ്ങുന്നത് എവിടെ കൊണ്ടാ? ഹൃദയം കൊണ്ട് ചെയ്യേണ്ട വർക്കാണ്. അത് മനസ്സിലാണ് കരുതേണ്ടത്. അള്ളാഹു നിയമമാക്കിയ നോമ്പ് ഞാൻ അനുഷ്ഠിക്കും എന്ന് ഹൃദയം കൊണ്ട്, അവിടെയും ബിദ്അത്ത് കൊണ്ട് തുടങ്ങരുത്. ആകെ നിയ്യത്ത് പറയാൻ പറഞ്ഞ രണ്ട് സന്ദർഭങ്ങളെ ആരാധനകളിലുള്ളൂ. ഒന്ന് ഹജ്ജിന്റെയും മറ്റൊന്ന് ഉംറയുടെയും. അത് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, അത് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ കയറണം. എന്നാൽ ബാക്കി ഏത് ആരാധനയാണെങ്കിലും, ഏത് ഉലമാക്കളെയും, അഹ്ലു സുന്നയുടെ ഏത് ഉലമാക്കളെയും പരിശോധിച്ചോളി നിങ്ങൾ. തൗഹീദ് പഠിപ്പിച്ച അഹ്ലു സുന്നയുടെ ഒരു ഇമാമുമാര്, 4 മദ്ഹബിന്റെ ഇമാമുമാരാവട്ടെ, ഈ പറഞ്ഞ സ്വഹാബികളാവട്ടെ, ഖുലഫാവുകളാവട്ടെ, കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്തിന് സംഭാവന ചെയ്തവരാവട്ടെ, മുഹദ്ദിസുകളായി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അടക്കമുള്ള പണ്ഡിതന്മാരാവട്ടെ, നിയ്യത്ത് വായ കൊണ്ട് പറയുക എന്ന് പറയുന്നതിനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പറയുന്നത് ബിദ്അത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് കൊണ്ട് ആരാധന തുടങ്ങരുത്. നിസ്കാരാവട്ടെ, നോമ്പാവട്ടെ, ഏതാവട്ടെ, വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് മനസ്സുകൊണ്ട് കരുതിക്കൊണ്ട് എന്റെ റബ്ബ് നിയമമാക്കിയ നോമ്പ് കരുതുകയാണ് വേണ്ടത്. അത് ഞാൻ നോൽക്കുമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചുകൊണ്ടാണ് അമലിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് കരുതണം. അതോടൊപ്പം നമ്മുടെ വീട് ഒരുങ്ങി, വീടുകൾ ചിലന്തി വലകൾ തട്ടി കഴുകി ശുദ്ധീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു മുന്നൊരുക്കം അൽഹംദുലില്ലാ, വിശ്വാസികളുടെ വീടുകൾ ഒരുങ്ങണം. ഇതേപോലെ നമ്മുടെ മനസ്സ് ഒരുങ്ങണം. മനസ്സ് ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒരു പാത്രം, ആ പാത്രത്തിൽ മൂത്രമായിട്ടുണ്ട്, ചലമുണ്ട്, ചാണകമുണ്ട്, ഒരുപാട് വൃത്തികേടുകളും ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കളൊക്കെ ഉള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിച്ച് അങ്ങനെ ഉണ്ടാവും. ആ പാല് ശുദ്ധാവോ? ഈ വൃത്തികെട്ട പാപചിന്തയുടെ, അസൂയയുടെ, പകയുടെ, വെറുപ്പിന്റെ, പിണക്കത്തിന്റെ അഴുക്കുള്ള മനസ്സുകൊണ്ട് നോമ്പെന്ന ശ്രേഷ്ഠമായ ആരാധനയെ നിറച്ചാലും ശരി, അത് എത്രത്തോളം വിശുദ്ധമായിരിക്കുമെന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, പാപചിന്തയില്ലാത്ത, അശ്ലീല ചിന്തയില്ലാത്ത, തിന്മകൾ ചെയ്യണമെന്ന മനസ്സില്ലാത്ത ഹൃദയം കൊണ്ട് വേണം നോമ്പിലേക്ക് കയറാൻ. മറ്റുള്ള ആളുകളോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞും കൊടുത്തും പൊരുത്തപ്പെടിക്കണം. എന്നിട്ട് ഈ വ്രതനാളുകളിലേക്ക് കയറിയാൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നാണ്. മുത്തഖീങ്ങളുടേത് മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. ഇന്നമാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മാത്രം എന്നാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹ്, അള്ളാഹു സ്വീകരിക്കുന്നത് ഒന്നിൽ നിന്ന് മാത്രമാണ്. മിനൽ മുത്തഖീൻ, തഖ്വയോടെ മുത്തഖിയായ മനുഷ്യന്റെ അമലുകളെ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് അഴുക്കില്ലാത്ത മനസ്സോടെ പിണക്കം തീർത്ത് റമളാനിലേക്ക് കയറുക. സ്വന്തം പരലോകവും സ്വർഗവും നശിപ്പിച്ചിട്ട് നമുക്ക് ആരുടെ മുന്നിലും ജയിക്കേണ്ട സുഹൃത്തുക്കൾ. അതുകൊണ്ട് വീടൊരുങ്ങിയതുപോലെ മനസ്സുകൂടി ഒരുക്കിക്കൊണ്ട് വ്രതനാളുകളിലേക്ക് പ്രവേശിക്കണമെന്ന് വ്രതനാളുകൾ വന്നെത്തുന്നതിന് മുമ്പ് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധിയോടെ ജീവിക്കാനുള്ള വിവേകം നൽകി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, അറിഞ്ഞും അറിയാതെയും നിരവധി പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ലാഹ്, എല്ലാം ഞങ്ങളോട് പൊറുക്കണമേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ വിധിവിലക്കുകൾ യഥാവിധി വിജയകരമായി അനുഷ്ഠിക്കുന്ന വിശ്വാസിനികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. പടച്ചവനെ, രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആശുപത്രിയിൽ നിന്ന് വന്ന കൂട്ടിരിപ്പുകാർ ഇവിടെ ഇരിപ്പുണ്ട്. പടച്ചോനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അസുഖം നീ ഭേദമാക്കി കൊടുക്കണമേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് എല്ലാവരെയും നീ രക്ഷിക്കണമേ റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത
പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് വീർപ്പുമുട്ടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്ക് നിന്റെ അനുഗ്രഹം വിതറണമേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നേരെ നോക്കണമേ അല്ലാഹ്. പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്. മറ്റു ചിലർ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഹബീബുർ റഹ്മാൻ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അള്ളാഹുവെ, അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. നമ്മുടെ ഒരു സംസ്ഥാന ഭാരവാഹിയുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവെ, അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞവർക്ക് അവരുടെ കബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണമേ അല്ലാഹ്. അവരുടെ എല്ലാ പാപങ്ങളും അവർക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗപൂങ്കാവനത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.